ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ പേരിൽ നടപ്പാക്കുന്ന നിയമങ്ങൾ ഭൂമിയിൽ പണിയെടുത്ത് ഉപജീവനം നടത്തുന്നവർക്ക് വിലങ്ങുതടിയാവരുത്. ക്വാറിയുടെയും മറ്റ് ഖനന പ്രവർത്തനങ്ങളും തടസ്സപ്പെടുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കും. സാധാരണക്കാരന് വീടെന്ന സ്വപ്നവും നഗരത്തിന് വികസനമെന്ന കാര്യവും അസാധ്യമാവും. പൊതുജനങ്ങളുടെ ആശങ്കയകറ്റാൻ സങ്കീർണതകളില്ലാതെ നിയമത്തെക്കുറിച്ചുള്ള അവബോധം നൽകുകയാണ് പോംവഴി. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. പട്ടികജാതിക്കാരുടെ ഫണ്ട് യഥാസമയം ചെലവഴിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കെപിസിസി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. വിദ്യാഭ്യാസത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ സർഗവാസനകളെയും പരിപോഷിപ്പിക്കാൻ രക്ഷിതാക്കൾ ശ്രമിക്കണമെന്ന് AK ശശീന്ദ്രൻ MLA. ചേവായൂർ ഉപജില്ലാ കലോത്സവത്തിന് തുടക്കമായി. ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക എന്ന ആവശ്യവുമായി ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ കേരള NGO യൂണിയന്റെ കൂട്ടധർണ. വാർത്തകൾ വിശദമായി. മുസ്ലിം ലീഗിന്റെ വികാരങ്ങളെ പൂർണ്ണമായി ഉൾക്കൊണ്ടു മാത്രമേ കോൺഗ്രസ് മുന്നോട്ടു പോകൂ എന്ന് കെപിസിസി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. UDFന്റെ അകത്തെ രണ്ടാം കക്ഷിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ നല്ല ബന്ധത്തിൽ തന്നെയാണ് ഉള്ളത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDFിലകത്തെ രണ്ടാം കക്ഷിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് UDFിന് അവിഭാജ്യ ഘടകം തന്നെയാണ്. കോൺഗ്രസും മുസ്ലിം ലീഗുമായി നല്ല മെച്ചപ്പെട്ട ബന്ധത്തിൽ തന്നെയാണ്. തീർച്ചയായിട്ടും UDF ഒറ്റക്കെട്ടായിട്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ നേരിടും. ഘടകകക്ഷികൾ തമ്മിലൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നടപടികളുമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. മുസ്ലിം ലീഗിന്റെ വികാരങ്ങളെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകൂ. ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക എന്ന ആവശ്യവുമായി കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ കൂട്ടധർണ നടത്തി. കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി PM രാമൻ ഉദ്ഘാടനം ചെയ്തു. ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, 1/4/2013 ശേഷം സർവീസിൽ വന്ന ജീവനക്കാർക്ക് നിയമാനുസൃത പെൻഷൻ ഉറപ്പുവരുത്തുക, തസ്തിക വെട്ടിക്കുറയ്ക്കൽ നടപടി ഉപേക്ഷിക്കുക, വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ കൂട്ടധർണ നടത്തി. കോഴിക്കോട് കലക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി PM രാമൻ ഉദ്ഘാടനം ചെയ്തു. സർവീസ് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും കഴിഞ്ഞ 2.5 വർഷക്കാലമായി എടുക്കുന്ന നടപടികൾ എടുത്ത് പരിശോധിച്ചാലും അത്യന്തം ഉത്കണ്ഠാകുലമായ ഒരു സാഹചര്യത്തെയാണ് നാം നേരിടുന്നത്. യൂണിയൻ ജില്ലാ സെക്രട്ടറി K രാജചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി CC സന്തോഷ് എന്നിവർ സംസാരിച്ചു. AM വസന്തകുമാർ, സിന്ധു രാജൻ, D അജയ്കുമാർ, EK സുരേന്ദ്രൻ, C രാജീവൻ, K ഉദയകുമാർ, A ശിവൻ, C ദേവരാജൻ എന്നിവർ നേതൃത്വം നൽകി. വടകരയിൽ നടന്ന ധർണ ജില്ലാ പ്രസിഡന്റ് TA മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് സെക്രട്ടറി KC രാജേഷ്, ഏരിയ സെക്രട്ടറി C രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. V സുരേഷ്, സജിത് കുമാർ, ബാബു, VC സജീവൻ എന്നിവർ നേതൃത്വം നൽകി. കൊയിലാണ്ടിയിൽ നടന്ന ധർണ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം M മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് P സത്യൻ, രാജൻ പടിക്കൽ എന്നിവർ സംസാരിച്ചു. CC സതീശൻ, C വിജു, ജിതേഷ് ശ്രീധർ എന്നിവർ നേതൃത്വം നൽകി. പട്ടികജാതിക്കാരുടെ 1 ലക്ഷം വരെയുള്ള കടം എഴുതിത്തള്ളണമെന്നും പട്ടികജാതിക്കാരുടെ ഫണ്ട് യഥാസമയം ചിലവഴിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും കെപിസിസി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. അത്തോളി പഞ്ചായത്തിലെ കോതങ്കൽ തയ്യൽ മീത്തൽ ആദിവാസി കോളനി സന്ദർശനത്തിനിടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
അത്തോളി പഞ്ചായത്തിലെ കോതങ്കൽ തയ്യൽമീത്തിൽ ആദിവാസി കോളനി സന്ദർശനത്തോടെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെ ഗാന്ധിഗ്രാമം പരിപാടിക്ക് തിരശ്ശീല വീണു. രാവിലെ 8:30 മുതലാണ് കോളനി സന്ദർശനം ആരംഭിച്ചത്. കോളനിയിലെ 70 വീടുകളും ചെന്നിത്തല സന്ദർശിച്ചു. കോളനിയിലെ പ്രശ്നങ്ങളും ആദിവാസികളുടെ പരാതികളും മുൻകൂട്ടി തയ്യാറാക്കി നൽകിയ ഫോമിൽ എഴുതി വാങ്ങി. മറ്റ് പരാതികൾ നേരിട്ട് കേട്ടു. പ്രഭാത ഭക്ഷണവും ഉച്ചയൂണും ആദിവാസികൾക്കൊപ്പമായിരുന്നു. പ്രസിഡന്റിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക കലാപരിപാടികളും ഓപ്പൺ ഫോറവും തയ്യാറാക്കി. ചികിത്സാ സഹായം, പഠന സഹായം, പ്രവൃത്തി മുടങ്ങിയ വീടുകൾ പൂർത്തീകരിക്കാനുള്ള സഹായം എന്നിവ ആവശ്യാനുസരണം KPCC പ്രസിഡന്റ് തത്സമയം പ്രഖ്യാപിച്ചു. സന്ദർശന പരിപാടിയുടെ ഭാഗമായി രൂപീകരിച്ച ഗാന്ധിഗ്രാമം ഫണ്ടിൽ നിന്നാണ് തുക നൽകുന്നത്. ചൊവ്വാഴ്ചത്തെ സന്ദർശനം പൂർത്തിയാകുന്നതോടെ കേരളത്തിലെ 14 ആദിവാസി കോളനികൾ മാതൃകാ കോളനികളായി സർക്കാർ പ്രഖ്യാപിക്കും. ഓരോ കോളനിക്കും കുറഞ്ഞത് 1 കോടി രൂപയുടെ വീതം പദ്ധതികളും പ്രഖ്യാപിച്ച് നടപ്പിലാക്കുമെന്ന് DCC പ്രസിഡന്റ് KC അബു നേരത്തെ അറിയിച്ചിരുന്നു. KPCC പ്രസിഡന്റിന്റെ സന്ദർശനം പൂർത്തിയാകുന്നതോടെ എല്ലാ DCCകളും അവരുടെ കീഴ്ഘടകങ്ങളും ചേർന്ന് ഓരോ ജില്ലകളിലെയും മുഴുവൻ കോളനികളിലും ഗാന്ധിഗ്രാമം പരിപാടികൾ നടത്തും. DCC പ്രസിഡന്റ് KC അബു, KPCC ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യൻ, മുൻ മന്ത്രി അഡ്വക്കേറ്റ് P ശങ്കരൻ, അഡ്വക്കേറ്റ് T സിദ്ദിഖ്, അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ എന്നിവരും KPCC പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസത്തോടൊപ്പം സർഗവാസനകളെയും പരിപോഷിപ്പിക്കാൻ രക്ഷിതാക്കൾ ശ്രമിക്കേണ്ടതാണെന്ന് AK ശശീന്ദ്രൻ MLA. വിദ്യാർത്ഥികളുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് വിദ്യാലയങ്ങളിൽ കലോത്സവം സംഘടിപ്പിക്കുന്നത്. എന്നാൽ കലോത്സവത്തിലെ വിദ്യാർത്ഥികളുടെ മാറ്റുരയ്ക്കൽ എന്നതിനുമപ്പുറം രക്ഷിതാക്കളുടെ മത്സരമായി വഴുതിപ്പോകുന്നുണ്ടോ എന്ന ആശങ്ക സമൂഹത്തിന്റെ മുന്നിൽ ഉയർന്നു വന്നിട്ടുണ്ടെന്നും MLA കൂട്ടിച്ചേർത്തു. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി അത് വിദ്യാർത്ഥികളുടെ മാറ്റുരക്കൽ എന്നതിനപ്പുറം രക്ഷിതാക്കളുടെ ഒരു മത്സരമായി വഴുതി പോകുന്നുണ്ടോ എന്ന ആശങ്ക സമൂഹത്തിന് മുമ്പിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിൽ വിദ്യാർത്ഥികൾ മാത്രമല്ല രക്ഷിതാക്കളാണ് അങ്ങനെ ആകാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒരു സംരംഭത്തിന്റെ ഉദ്ദേശശുദ്ധിയെ തകർക്കത്തക്ക വിധത്തിലുള്ള പ്രവണതകൾ പ്രത്യക്ഷത്തിൽ എവിടെ നിന്ന് കണ്ടാലും അത് തളർത്തി നല്ല നിലയിൽ കലയെ പരിപോഷിപ്പിക്കാനുള്ള മത്സരത്തിൽ സംരംഭത്തിൽ എല്ലാവരും സഹകരിച്ച് മുന്നേറണം എന്നാണ് എന്റെ അഭിപ്രായം. കസ്തൂരി രംഗൻ റിപ്പോർട്ട് കേരളത്തിലെ നിർമ്മാണ മേഖലയെ പൂർണ്ണമായും നിശ്ചലമാക്കുമെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. പല കാരണങ്ങൾ മൂലം 50% പ്രവർത്തനരഹിതമാണ് ഈ മേഖല. പരിസ്ഥിതി സംരക്ഷണത്തിനായി പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ 75 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളും ആശ്രിതരും തങ്ങളുടെ നിലനിൽപ്പിനെയോർത്ത് ആശങ്കപ്പെടുകയാണ്. കർഷകരെ കുടിയൊഴിപ്പിക്കില്ല എന്നുള്ളത് എല്ലാ നേതാക്കളും മുഖ്യമന്ത്രി എല്ലാ ആളുകളും പറയുന്നുണ്ട്. നല്ല കാര്യം തന്നെ. കർഷകരെ കുടിയൊഴിപ്പിക്കാൻ പാടില്ല. കർഷകർ നമുക്ക് ആവശ്യമാണ്. ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള ആളുകളും ഞങ്ങളുടെ അച്ഛന്മാര് അമ്മമാര് കർഷകന്മാരായിരുന്നു. പക്ഷെ കാർഷിക മേഖലയിൽ നിന്ന് ശരിയായ രീതിയിലുള്ള വരുമാനം ലഭിക്കാത്തതിന്റെ ഭാഗമായിട്ട് പട്ടിണിയിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇതുകൂടി നശിക്കുന്ന ഒരു സാഹചര്യം അതിൽ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കേരളത്തിലെ കൺസ്ട്രക്ഷൻ മേഖല വലിയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. 75 ലക്ഷത്തോളം ജനങ്ങൾ ഈ മേഖലയെ ആശ്രയിച്ചാണ് കഴിയുന്നത്. കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കി കഴിയുമ്പോൾ ഈ മേഖല പൂർണ്ണമായും സ്തംഭിക്കുമെന്ന് നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെടുന്നവർ ആശങ്കപ്പെടുന്നു. കസ്തൂരി രംഗൻ റിപ്പോർട്ട് കേരളത്തിലെ ഖനനത്തിനെ ബാധിക്കുന്നത് മൂലം നിർമ്മാണ പ്രവൃത്തികൾക്ക് ആവശ്യമായ കരിങ്കല്ലും മെറ്റലും കിട്ടാതാവുകയും കൺസ്ട്രക്ഷൻ മേഖല പൂർണ്ണമായും നിന്നുപോകുന്ന അവസ്ഥ ഉണ്ടാവുമെന്നും CWSA ഭാരവാഹികൾ പറഞ്ഞു. പൂഴി ലഭിക്കാതെ നിർമ്മാണ ജോലികൾ നടക്കാത്ത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊച്ചി മെട്രോ റെയിലിനു വേണ്ട പൂഴി ഭാരതപ്പുഴയിൽ നിന്നും എടുക്കാൻ അനുമതി നൽകുകയാണെങ്കിൽ അതിനെ ശക്തമായി എതിർക്കുമെന്നും അവർ വാർത്താസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. ജില്ലാ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. ഇന്നത്തെ നിക്ഷേപം ഇന്ന് തന്നെ സ്വർണം. ഇന്നത്തെ നിക്ഷേപം ഇന്ന് തന്നെ സ്വർണം. കൊള്ളാലോ. ഏതാ സാർ പുതിയ പരസ്യം? ഇത് നിങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള പരസ്യമാണ്. മലബാർ ഗോൾഡ് പർച്ചേസ് സ്കീം. എനിക്കോ? മക്കളൊക്കെ വലുതായി വരികയല്ലേ, സ്വർണം സമ്പാദിക്കണ്ടേ? ലളിതമായ തവണകളിൽ സ്വർണത്തിൽ നിക്ഷേപിക്കൂ. കാലാവധി തീരുമ്പോൾ വർദ്ധിച്ച മൂല്യവും ബോണസും നേടും. നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക അപ്പോൾ തന്നെ സ്വർണമായി മാറ്റുന്നു. മലബാർ ഗോൾഡ് പർച്ചേസ് സ്കീം. ലാലേട്ടാ, ഇത് ഏതാ ഷൂട്ടിംഗ്? ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള പരസ്യം. ഇന്നത്തെ നിക്ഷേപം ഇന്ന് തന്നെ സ്വർണം. വാർത്തകൾ തുടരുന്നു.
വൈദേശിക ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ജനങ്ങളുടെ ഇച്ഛാശക്തിക്കനുസരിച്ച് നാടിനും ജനങ്ങളുടെയും താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ധീരമായ പോരാട്ടമായിരുന്നു ഇന്ദിരാഗാന്ധി കാഴ്ചവെച്ചതെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. ഇന്ത്യയുടെ പ്രഥമ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 95ാം ജന്മദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് DCCയിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ പ്രഥമ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 95ാം ജന്മദിനത്തോടനുബന്ധിച്ച് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കോഴിക്കോട് DCC അങ്കണത്തിലെ രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ പുഷ്പാർച്ചനയും സർവമത പ്രാർത്ഥനയും നടന്നു. KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സകല ചരാചര ചൈതന്യങ്ങൾ പലമത്തിൻ അനുഗ്രഹം. ഇന്ദിരാഗാന്ധിയുടെ ഭരണ നേട്ടങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും ലോകം മുഴുവൻ വിലയിരുത്തുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വൈദേശിക ശക്തികൾക്ക് മുൻപിൽ മുട്ടുമടക്കാതെ ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് നാടിന്റെയും ജനങ്ങളുടെയും താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ധീരമായ പോരാട്ടമാണ് ഇന്ദിരാഗാന്ധി നടത്തിയിരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വൈദേശിക സാമ്രാജ്യത്വ ശക്തികളുടെ മുമ്പിൽ മുട്ടുമടക്കാതെ ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് നാടിന്റെ ജനങ്ങളുടെയും താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ധീരമായ പോരാട്ടമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ജീവിതകാലം മുഴുവൻ. DCC പ്രസിഡന്റ് KC അബു അധ്യക്ഷം വഹിച്ചു. മുൻ മന്ത്രി അഡ്വക്കേറ്റ് P ശങ്കരൻ, DCC വൈസ് പ്രസിഡന്റ് EK ഗോപാലകൃഷ്ണൻ, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് I മൂസ, K രാമചന്ദ്രൻ, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് MT പത്മ, അഡ്വക്കേറ്റ് PM നിയാസ്, PK മാമുക്കോയ, N സുബ്രഹ്മണ്യൻ, KB സുബ്രഹ്മണ്യൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സംരക്ഷിക്കേണ്ട വിദ്യാർത്ഥിത്വം, ഉണരേണ്ട സമൂഹം എന്ന സന്ദേശമുയർത്തി MSF നടത്തുന്ന ഉണർത്തു ജാഥ നവംബർ 21 കാസർഗോഡ് നിന്നും ആരംഭിക്കും. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനത്തിൽ തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ നടക്കുന്ന ജാഥ സമാപന പരിപാടികൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 21 മുതൽ ഡിസംബർ 10 വരെ സംരക്ഷിക്കേണ്ട വിദ്യാർത്ഥിത്വം, ഉണരേണ്ട സമൂഹം എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാമൂഹിക ഉണർത്തുജാഥ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കുകയാണ്. പിഞ്ചു കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ സമൂഹ മനസാക്ഷിയെ ഉണർത്തിക്കൊണ്ടുള്ള ഒരു ജാഥയാണ് MSF ഉദ്ദേശിക്കുന്നത്. നവംബർ 21 ആരംഭിക്കുന്ന ജാഥ ഡിസംബർ 10 വരെ നീളും. പ്രകൃതി മലിനീകരണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് സൈക്കിളിലാണ് ജാഥ കേരളത്തിലുടനീളം പര്യടനം നടത്തുന്നത്. 50 പേർ സ്ഥിരമായി ജാഥയെ അനുഗമിക്കും. 20 മിനിറ്റ് ദൈർഘ്യമുള്ള ലഘുനാടകം ജാഥ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് മുന്നോടിയായി അവതരിപ്പിക്കും. കുട്ടികൾക്ക് ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള പീഡനങ്ങളും ലഹരി ഉപയോഗം, സൈബർ കുറ്റകൃത്യങ്ങൾ, ആത്മഹത്യാ പ്രവണത തുടങ്ങിയവയ്ക്കും എതിരെയുള്ള ബോധവൽക്കരണമായാണ് MSF ഉണർത്തു ജാഥ നടത്തുന്നത്. നാഷണൽ ഹൈവേ 17 വരുന്നതിന്റെ ഭാഗമായി കൊയിലാണ്ടിയിൽ ബൈപ്പാസ് റോഡ് നിർമ്മിക്കുന്നതിനെതിരെ കർമ്മസമിതിയുടെ ജനറൽ ബോഡി യോഗം പന്തലായനി UP സ്കൂളിൽ നടന്നു. പ്രകൃതിക്കും മനുഷ്യനുമെതിരെയുള്ള നടപടിയിൽ മരണം വരെ സഹന സമരം നടത്താനും അധികാരികൾ ബലം പ്രയോഗിച്ചാൽ കൂട്ട ആത്മഹത്യയ്ക്കും സന്നദ്ധരാകാനും കൺവെൻഷൻ തീരുമാനിച്ചു. നാഷണൽ ഹൈവേ 17 നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി കൊയിലാണ്ടിയിൽ ബൈപ്പാസ് റോഡ് നിർമ്മിക്കുന്നതിനെതിരെ കർമ്മസമിതിയുടെ ജനറൽ ബോഡി യോഗം പന്തലായനി UP സ്കൂളിൽ ചേർന്നു. അനധികൃതമായി ബൈപ്പാസ് നിർമ്മിക്കുന്നതിനെതിരെ മരണം വരെ സഹനസമരം നടത്തുവാനും ബലപ്രയോഗത്തിലൂടെ സ്ഥലം ഏറ്റെടുക്കാൻ അധികാരികൾ ശ്രമിച്ചാൽ കൂട്ട ആത്മഹത്യ മാത്രമേ വഴിയുള്ളൂ എന്നും കൺവെൻഷൻ തീരുമാനിച്ചു. ഈ പ്രദേശത്തുള്ള വണ്ടി മുതൽ ചെങ്ങോട്ടുകാർ വരെയുള്ള ഈ പ്രദേശത്തുള്ള 500ഓളം കിണറുകൾ, 7 കുളങ്ങൾ ഇവയെ നേർത്തിക്കൊണ്ടാണ് അല്ലെ മൂടിക്കൊണ്ടാണ് ഇതിലൂടെ റോഡ് കടന്നു പോകുന്നത്. 195 കോടി രൂപ കേരള സർക്കാർ അനുവദിച്ച ബൈപ്പാസ് കടന്നുപോകുന്നതുവഴി 600ഓളം കുടുംബങ്ങളും 1500ഓളം ആളുകളും വഴിയാധാരമാകും. 5 കുന്നുകൾ ഇല്ലാതാകുകയും ചെയ്യും. കൺവെൻഷനിൽ ദിവാകരൻ മാസ്റ്റർ, രാംദാസ് തൈക്കണ്ടി, ശിവദാസ് പനച്ചിക്കുന്ന്, നാരായണൻ, രവി പടിഞ്ഞാറൻ വീട് തുടങ്ങിയവർ സംബന്ധിച്ചു. എരഞ്ഞിക്കൽ പ്രദേശം ഉത്സവലഹരിയിൽ. ചേവായൂർ ഉപജില്ലാ യുവജനോത്സവം നാടിന്റെ ഉത്സവമാക്കാനുള്ള കൈമേയ് മറന്ന പ്രവർത്തനത്തിലാണ് നാട്ടുകാർ. ചൊവ്വാഴ്ച മുതൽ 10 വേദികളിൽ കലാമത്സരങ്ങൾ ആരംഭിച്ചു.
ചേവായൂർ ഉപജില്ലാ കലോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം. 19 മുതൽ 21 വരെ ദിവസങ്ങളിലായി എരഞ്ഞിക്കൽ PVS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മത്സരങ്ങളിൽ 200 ഇനങ്ങളിലായി 4000-ഓളം കലാപ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത്. സ്വാഗത സംഘം ചെയർമാൻ AK ശശീന്ദ്രൻ MLA, ജനറൽ കൺവീനർ സഞ്ജീവൻ കളത്തിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി കലോത്സവം പ്രദേശത്തിന്റെ ഉത്സവമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ ദിവസങ്ങൾക്ക് മുൻപേ ആരംഭിച്ചിരുന്നു. PVS ഹയർ സെക്കൻഡറി സ്കൂളിൽ 10 വേദികളിലായാണ് മത്സരം. ആദ്യ ദിനം വേദി 1-ൽ മോഹിനിയാട്ടം, കേരള നടനം, നാടോടി നൃത്തം, സംഘനൃത്തം. വേദി 2-ൽ പദ്യം ചൊല്ലൽ, മലയാളം, മാപ്പിളപ്പാട്ട്, ദഫ്മുട്ട്, അറബനമുട്ട്, കോൽക്കളി, ഒപ്പന, വട്ടപ്പാട്ട്. വേദി 3-ൽ നാടോടി നൃത്തം, സംഘനൃത്തം, കഥകളി സിംഗിൾ, കഥകളി ഗ്രൂപ്പ്, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത്, കഥകളി. വേദി 4-ൽ വയലിൻ, ഓടക്കുഴൽ, ഗിത്താർ, തബല, മൃദംഗം, ബ്യൂഗിൾ, വീണ, ട്രിപ്പിൾ ജാസ്, മോണോ ആക്ട്, മിമിക്രി എന്നിവയും. വേദി 5-ലും 6-ലും അറബിക് സാഹിത്യോത്സവവും വേദി 7-ലും 8-ലും സംസ്കൃതം സാഹിത്യോത്സവവും നടന്നു. ബുധനാഴ്ച നാടക മത്സരങ്ങൾ നടക്കും. 21-ന് വ്യാഴാഴ്ചയാണ് സമാപന പരിപാടികൾ. കുറ്റമറ്റ രീതിയിലാണ് കലോത്സവം നടത്തിപ്പെന്ന് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ P. അനിൽ ജില്ലാ വാർത്തകളോട് പറഞ്ഞു. സംസ്ഥാന സ്കൂൾ യുവജനോത്സവ കിരീടം ജില്ലയിൽ തന്നെ നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല. ചേവായൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. നവംബർ 19, 20, 21 തീയതികളിൽ എരഞ്ഞിക്കൽ PVS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചേവായൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല നിർവഹിച്ചു. കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജമീല കാനത്തിൽ നിർവഹിക്കുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീടം നിലനിർത്താൻ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് കൂട്ടായ ശ്രമങ്ങൾ ഉണ്ടാവണമെന്ന് അവർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കോഴിക്കോട് ജില്ലയുടെ ഒരു പൈതൃകം അത് നിലനിർത്തിക്കൊണ്ടാണ് എല്ലാ വർഷവും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷവും തീർച്ചയായിട്ടും അത് കരസ്ഥമാക്കുമെന്നുള്ളത് ഉറപ്പാണ്. നമുക്കറിയാം, നമ്മുടെ വിദ്യാർത്ഥികളെ എല്ലാ മേഖലയിലും, വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും കായികവും അതേപോലെ തന്നെ കലാമേളയിലും എല്ലാം തന്നെ അവരുടെ കഴിവുകൾ തെളിയിക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. ചേവായൂർ ഉപജില്ല AEO KP സത്യൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് MT പത്മ മുഖ്യപ്രഭാഷണം നടത്തി. മീഡിയ 1 പാനൽ അംഗം ഫൈസൽ എളേറ്റിൽ പ്രഭാഷണം നടത്തി. PVS ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ PV ചന്ദ്രൻ ലോഗോ ഡിസൈൻ ചെയ്ത രാജഗോപാലൻ മാസ്റ്ററെ ആദരിച്ചു. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. രാധാകൃഷ്ണൻ, കൌൺസിലർമാരായ VK മോഹൻദാസ്, നിഷ K, കോഴിക്കോട് RDD OM സുബിന്നീസ BV, ഡോക്ടർ ഗിരീഷ് ചോലയിൽ, E. സുജാത, K. പത്മനാഭൻ, ബാബുജി കളത്തിപ്പുറത്ത്, NP അബ്ദുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. ജില്ലാ വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. ലോകത്തിന്റെ ഏത് കോണിലും നമ്മൾ ഇന്ത്യക്കാരുണ്ടാകും. നമ്മുടെ വേറിട്ട സംസ്കാരങ്ങളുണ്ടാകും. ആ സംസ്കാരത്തിന് പ്രൗഢിയേകുവാൻ പട്ടിലെ സൃഷ്ടികളുണ്ടാകും. അവയ്ക്ക് ആരാധകരുണ്ടാകും. ഒരു നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അഭിമാനമായ പട്ടിന് പേരൊന്നേയുള്ളൂ, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. 14 ഷോറൂമുകൾ, 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. വാർത്തകൾ തുടരുന്നു. ലൈസൻസ്ഡ് എഞ്ചിനീയർ സൂപ്പർവൈസേഴ്സ് ഫെഡറേഷന്റെ 8ാമത് ജില്ലാ സമ്മേളനം മലബാർ പാലസിൽ സംഘടിപ്പിച്ചു. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി വിദഗ്ധ സമിതികൾ സമർപ്പിച്ച റിപ്പോർട്ടുകൾ സമൂലമായ പഠനത്തിന് ശേഷമേ നടപ്പാക്കാവൂ എന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് ജോബ് മാത്യു പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു.
ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ 8ാമത് ജില്ലാ സമ്മേളനം ഹോട്ടൽ മലബാർ പാലസിൽ സംഘടിപ്പിച്ചു. ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് ജോബ് മാത്യു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ലെൻസ്ഫെഡിന്റെ സംസ്ഥാന പ്രസിഡന്റ് കെ സലീം മുഖ്യപ്രഭാഷണം നടത്തി. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി വിദഗ്ധ സമിതികൾ സമർപ്പിച്ച റിപ്പോർട്ടുകൾ സമൂലമായ പഠനത്തിന് ശേഷമേ നടപ്പാക്കാവൂ എന്ന് അദ്ദേഹം സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നമ്മുടെ വിഷയം നമ്മൾ പറഞ്ഞ 3 കാര്യമാണ്. 1, ഓൺലൈൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആകുക. 2, ഓൺലൈൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ഐക്യമൂല്യ പോലുള്ള സ്ഥാപനങ്ങളെ കൊണ്ട് അതിന് വേണ്ട സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക. 3, ഓൺലൈന്റെ സോഫ്റ്റ്വെയർ ഓട്ടോകാർഡ് മാത്രമാണെങ്കിൽ മിതമായ നിരക്കിൽ സർക്കാർ നമുക്ക് ആ സോഫ്റ്റ്വെയർ കൂടി പ്രീഡിസിയാത്തപ്പെട്ട് നൽകുക. ഈ 3 വിഷയം നമ്മുടെ മുമ്പിൽ നടപ്പിലാക്കരുത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. നെൽവയൽ ഡാറ്റാ ബാങ്ക് പ്രസിദ്ധീകരിക്കുക, പശ്ചിമഘട്ട സംരക്ഷണവും നിർമ്മാണ പ്രവർത്തനങ്ങളും, കെട്ടിട നിർമ്മാണ നിയമത്തിൽ പഞ്ചായത്തുകളുടെ അശാസ്ത്രീയമായ കാറ്റഗറി തിരിച്ച് ഒഴിവാക്കുക തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറി BK ബൽരാജ്, കേരള പഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി സൂപ്പി നെരിക്കാട്ടേരി എന്നിവർ സമ്മേളനത്തിൽ മുഖ്യാതിഥികളായിരുന്നു. ലെൻസ്ഫെഡ് ജോയിന്റ് സെക്രട്ടറി കെ സുരേന്ദ്രൻ, മുൻ സംസ്ഥാന പ്രസിഡന്റ് P മുഹമ്മദ് കോയ, കെ മധുസൂദനൻ, കെ മനോജ്, AO ബേബി, KK സുധീഷ് കുമാർ, രാജേഷ് പുത്തൻപുറായിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. കൊയിലാണ്ടി OPKM കലാസമിതിയുടെയും ലൈബ്രറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഗോപാലൻ സ്മാരക കാരം മേള സംഘടിപ്പിച്ചു. കൊയിലാണ്ടി കലാസമിതി ഹാളിൽ നടന്ന മേള മുനിസിപ്പൽ വൈസ് ചെയർമാൻ TK ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടി OPKM കലാസമിതി ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ കാരംമേള 2013 സംഘടിപ്പിച്ചു. കലാസമിതി ഹാളിൽ നവംബർ 16, 17 തീയതികളിൽ കാരം ഓപ്പൺ താലൂക്ക് കാരംസ് ടൂർണമെന്റാണ് സംഘടിപ്പിച്ചത്. 1ാം സമ്മാനമായി 5001 രൂപയും PP ഗോപാലൻ സ്മാരക വിന്നേഴ്സ് ട്രോഫിയും, 2ാം സമ്മാനമായി 2501 രൂപയും NV കുഞ്ഞികൃഷ്ണൻ റണ്ണേഴ്സ് ട്രോഫിയും നൽകി. ഏറ്റവും നല്ല കളിക്കാരന് കോമത്തുകര PM ബാലകൃഷ്ണൻ സ്മാരക ട്രോഫിയും സമ്മാനിച്ചു. കൊയിലാണ്ടി മുനിസിപ്പൽ വൈസ് ചെയർമാൻ TK ചന്ദ്രൻ കാരംസ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. K ബാലൻ അധ്യക്ഷനായിരുന്നു. TK രാമകൃഷ്ണൻ, TV രാമചന്ദ്രൻ, ഗോകുൽ MK, OP ബാബു, ബൈജു എന്നിവർ സംസാരിച്ചു. അറബി കാലിക്കറ്റ് ക്ലബിന്റെ അബ്ദു താഹിർ 1ാം സ്ഥാനവും സുൽഫി ഷൌക്കത്ത് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ഫോട്ടോഗ്രാഫിയിലെ നൂതന സംവിധാനങ്ങൾ മനസ്സിലാക്കുവാൻ ഏകദിന പഠന ക്ലാസ് സംഘടിപ്പിച്ചു. മലബാർ ചേംബർ ഹാളിൽ പ്രശസ്ത ഫാഷൻ ഫോട്ടോഗ്രാഫർ അസിൻ കോമാച്ചിയുടെ നേതൃത്വത്തിലാണ് പഠന ക്ലാസ് നടന്നത്. ക്ലാസ്സിൽ 70ഓളം ഫോട്ടോഗ്രാഫർമാർ പങ്കെടുത്തു. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ സിറ്റി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ഫോട്ടോഗ്രഫി പഠന ക്ലാസ് സംഘടിപ്പിച്ചു. മലബാർ ചേംബർ ഹാളിൽ യൂണിയൻ പ്രവർത്തകർക്കായാണ് പഠന ക്ലാസ് സംഘടിപ്പിച്ചത്. പ്രശസ്ത ഫാഷൻ ഫോട്ടോഗ്രാഫർ ആസിൻ കോമാച്ചിയാണ് ക്ലാസ് നടത്തിയത്. ഒരു ക്ലിക്കിലൂടെ ചിത്രം പതിയുന്നതും അതിന്റെ പ്രാഥമികവും എങ്ങനെ വിവിധ സന്ദർഭങ്ങളിൽ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചും അതിൽ പരിശീലനം നൽകിയുമാണ് പഠന ക്ലാസ് പുരോഗമിച്ചത്. എനിക്ക് അവരോട് പറയാൻ പറ്റുമോ ഫിനിഷ് ചെയ്ത് തരാൻ. അപ്പൊ നമ്മൾ അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റിയ സാധനം അവര് നോക്കുമ്പോൾ നമുക്ക് അവരുടെ ഫേസ് എന്ത് ചെയ്യും, നല്ല ഫിനിഷ് ആയിട്ട് കാണും. അപ്പൊ 2 പേരെ വെക്കുക, ഫേസിന് നല്ല ഫിനിഷ് ചെയ്യും. മുഖത്തുള്ള കലകളും ഈ ബാഡ് ഇതായിട്ടുള്ള KPV യൂണിയൻ ജില്ലാ പ്രസിഡന്റ് TT കൃഷ്ണപ്രസാദ്, സംസ്ഥാന സെക്രട്ടറി NR ഉമാനാഥൻ, മേഖലാ സെക്രട്ടറി TK രമേശ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് E ഷിബുലാൽ, KP മനോജ് കുമാർ എന്നിവരാണ് പഠന ക്ലാസിന് നേതൃത്വം നൽകിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും കേരള ഗവൺമെന്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വൻ വിജയമാക്കാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊയിലാണ്ടി ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു. നന്ദി ഹാളിൽ നടന്ന യോഗം ജില്ലാ സെക്രട്ടറി K സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും കേരള ഗവൺമെന്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വൻ വിജയമാക്കാൻ ഏകോപന സമിതി കൊയിലാണ്ടി നിയോജക മണ്ഡലം ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു. നന്ദി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹാളിൽ നടന്ന പരിപാടി ജില്ലാ സെക്രട്ടറി K സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവരുടെ മനസ്സിലിരിപ്പുണ്ടാവും, ആ കിട്ടിക്കഴിഞ്ഞാൽ സമ്മാനം കഴിഞ്ഞു. അതില്ല, ആ ടിക്കറ്റും നമ്മൾ കയ്യിൽ സൂക്ഷിച്ചു വെക്കണം. മെഗാ സമ്മാനത്തിലും ആ ടിക്കറ്റ് വീണ്ടും വരും. കാരണം 1 തൊട്ട് 3 കോടി ടിക്കറ്റാണ് നമ്മൾ വിറ്റതെങ്കിൽ 1 തൊട്ട് 3 കോടി നമ്പറുകൾ നറുക്കെടുപ്പിൽ വരികയും ആ ടിക്കറ്റിനും വീണ്ടും നറുക്കെടുപ്പ് കിട്ടാൻ നമുക്ക് സാധ്യതയുണ്ട്. മണ്ഡലം വൈസ് പ്രസിഡന്റ് KM രാജീവൻ അധ്യക്ഷത വഹിച്ചു. P പ്രസന്നൻ മുഖ്യപ്രഭാഷണം നടത്തി. മോഹനൻ പൂക്കാട്, VK സുകുമാരൻ, ഫൈസൽ സമീർ, ചന്ദ്രൻ നായർ, TP ഇസ്മായിൽ, K ജാനകി, T സദാനന്ദൻ എന്നിവർ സംബന്ധിച്ചു. ഇനി ക്ഷേത്രവിശേഷങ്ങളിലേക്ക്. അരക്കിണർ പാറപ്പുറം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. വൃശ്ചികം 1 കൊടിയേറ്റത്തോടുകൂടി ആരംഭിച്ച് നവംബർ 21 വൃശ്ചികം 6 ആറാട്ടോടുകൂടിയാണ് ഉത്സവം സമാപിക്കുന്നത്.
ക്ഷേത്രതന്ത്രി അണ്ടലാടി ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജാതി കർമ്മങ്ങൾ നടക്കുന്നത്. ഉത്സവാഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ എം മുരളീധരൻ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഗോതവർമ്മ രാജ, കെ രവീന്ദ്രൻ, എ സന്തോഷ് കുമാർ, കെ വാസുദേവൻ, എ എം അനിൽകുമാർ, കെ രവീന്ദ്രൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രമോദ് ഐക്യരപ്പടിയുടെ പ്രഭാഷണം, വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആഘോഷവരവുകൾ, കലാപരിപാടികൾ എന്നിവ നടന്നു. കഴിഞ്ഞ ദിവസം പുത്തലത്ത് അംഗനവാടി കുട്ടികളുടെയും കൈരളി നഴ്സറി കുട്ടികളുടെയും കലാപരിപാടികൾ നടന്നു. തുടർന്ന് RLV ശ്രീവിദ്യ ടീച്ചറുടെ നേതൃത്വത്തിൽ ശ്രീ കലാതർപ്പണ വേപ്പൂരിന്റെ നൃത്തവിരുന്നും അരങ്ങേറി. മണക്കടവ് ചോനംകുന്ന് മഹാശിവക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചു. നവംബർ 17 മുതൽ 24 വരെ നീണ്ടു നിൽക്കുന്ന യജ്ഞത്തിന് ജ്ഞാനഹംസം ബ്രഹ്മശ്രീ കിഴക്കുമ്പാട്ട് വിനോദകുമാര ശർമ്മ നേതൃത്വം നൽകും. പത്ത് ലക്ഷണങ്ങളോടുകൂടി 12 സ്കന്ധങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ജീവഗന്ധിയായ ശ്രീമദ് ഭാഗവത പുരാണം ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമാണ്. മനുഷ്യനിലുള്ള ഈശ്വരാംശത്തെ വികസിപ്പിച്ച് ബ്രഹ്മത്തോളം ഉയർത്തുന്ന തത്വാധിഷ്ഠിതമായ കഥകളാണ് ഓരോ സ്കന്ധങ്ങളിലും പ്രതിപാദിക്കുന്നത്. സപ്താഹം 1-ാം ദിനത്തിൽ സൂതശൗനക സംവാദം, വ്യാസനാരദ സംവാദം, കുന്തിസ്തുതി, ഭീഷ്മസ്തുതി, പരീക്ഷിത്തിന്റെ ശാപം, വരാഹാവതാരം, ഹിരണ്യാക്ഷവധം എന്നിങ്ങനെയാണ് നടന്നത്. ജ്ഞാനാഭിവൃദ്ധിക്കും ശത്രുനാശത്തിനുമാണ് 1-ാം ദിന സപ്താഹം നടക്കുന്നത്. തുടർന്നു വരുന്ന ദിനങ്ങളിൽ ശ്രീമദ് ഭാഗവത പാരായണവും പ്രഭാഷണങ്ങളും നടക്കും. ജില്ലാ വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് മുതലക്കുളത്ത് പൊതുസമ്മേളനം സംഘടിപ്പിക്കും. നവംബർ 20 ബുധനാഴ്ച നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടറി കെ ഫാത്തിമ സുഹ്റ ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്താനുള്ള ശ്രമമെന്ന നിലയ്ക്കാണ് സ്ത്രീ മതം മതേതരത്വം മുസ്ലിം സ്ത്രീ ഇടപെടുന്നു എന്ന വിഷയത്തിൽ സമ്മേളനം നടത്തുന്നത്. ലോക COPD ദിനാചരണം നവംബർ 20 ബുധനാഴ്ച IMA-യുടെ ആഭിമുഖ്യത്തിൽ ആചരിക്കും. ദിനാചരണ പരിപാടികൾ അസിസ്റ്റന്റ് കമ്മീഷണർ പ്രിൻസ് എബ്രഹാം ഉദ്ഘാടനം ചെയ്യും. പൊടിയിലും പുകയിലും ജോലി ചെയ്യുന്ന ട്രാഫിക് പോലീസിന് ബോധവൽക്കരണ ക്യാമ്പ് നടത്തും. ഹൃദയാഘാതത്തിനും മസ്തിഷ്ക ആഘാതത്തിനും ശേഷം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മരണകാരണമായ രോഗമാണ് COPD. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി IMA ഹാളിൽ സെമിനാറും നടക്കും. ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് കോഴിക്കോട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നവംബർ 24 ഞായറാഴ്ച കൽപ്പറ്റ മെഡിക്കൽ കോളേജ് ബിൽഡിംഗിൽ സൌജന്യ അപസ്മാര രോഗ ചികിത്സാ ക്യാമ്പ് നടത്തും. കൽപ്പറ്റ MLA MV ശ്രേയാംസ് കുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിനു ശേഷം ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് സയന്റിഫിക് ഓഫീസർ ഡോക്ടർ D ജയചന്ദ്രൻ നയിക്കുന്ന ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരിക്കും. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം നവംബർ 22, 23 ദിവസങ്ങളിൽ കിഴക്കേ നടക്കാവിലെ ഈസ്റ്റ് അവന്യൂ ഹോട്ടലിൽ നടക്കും. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് K മുരളീധരൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. നവംബർ 23 ജില്ലയിലെ എല്ലാ റേഷൻ കടകൾക്കും അവധിയായിരിക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടികജാതിക്കാരുടെ ഫണ്ട് യഥാസമയം ചെലവഴിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. വിദ്യാഭ്യാസത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ സർഗവാസനകളെയും പരിപോഷിപ്പിക്കാൻ രക്ഷിതാക്കൾ ശ്രമിക്കണമെന്ന് AK ശശീന്ദ്രൻ MLA. ചേവായൂർ ഉപജില്ലാ കലോത്സവത്തിന് തുടക്കമായി. ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക എന്ന ആവശ്യവുമായി ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ കേരള NGO യൂണിയന്റെ കൂട്ടധർണ. ജില്ലാ വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.